ഇടുക്കിയിൽ നിന്നുള്ള ഒരു വാർത്ത. കുമളിയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചയാളെ തിരിച്ചറിഞ്ഞു. കുമളി സ്വദേശി റോയി സെബാസ്റ്റ്യനാണ് മരിച്ചത്. ആത്മഹത്യാ ശ്രമമാണോ എന്ന് സംശയിക്കുന്നതായി പോലീസ് പറയുന്നു. ഇടുക്കിയിൽ നിന്ന് ചേരുന്നത് രാഹുൽ വിജയനാണ്. രാഹുൽ, എപ്പോഴായിരുന്നു ഈ അപകടം? ഒരു പ്രാഥമിക നിഗമനം എന്താണ്? ക്രിസ്റ്റിന, ഇന്നലെ വൈകിട്ട് 8 മണിയോട് കൂടിയാണ് ഈ കാറിന് തീപിടിച്ചുകൊണ്ടുള്ള അപകടം ഉണ്ടാകുന്നത്. വണ്ടിപ്പെരിയാർ ഭാഗത്തു നിന്ന് കുമളി ഭാഗത്തേക്ക് പോകുന്ന കാറിനാണ് തീപിടിച്ചത്. ഈ കാർ പൂർണ്ണമായിട്ടും കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ അത് വ്യക്തവുമാണ്. ഈ സംഭവം നടന്നൊരു രീതി കൂടി പറയേണ്ടതുണ്ട്. അതായത് ഈ കാർ ഓടിക്കൊണ്ടുവരുന്നു, അതിന് വാഹനത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് പുകയുയരുന്നു. പിന്നാലെ വന്ന ബൈക്ക് യാത്രികർ ഈ വാഹനത്തിന് മുൻപിൽ കയറി വട്ടം നിർത്തിയതിനു ശേഷം വാഹനത്തിന് തീ പടരുന്നതായിട്ടുള്ള കാര്യം ഈ വണ്ടി ഓടിച്ചിരുന്ന ആളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പിന്നീട് ഈ വാഹനത്തിലുണ്ടായിരുന്ന റോയിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം നാട്ടുകാർ നടത്തി. ഈ ഗ്ലാസ് ഉൾപ്പെടെ പൊട്ടിച്ചുകൊണ്ട്, ഈ വാഹനത്തിന്റെ സൈഡ് ഗ്ലാസ് ഉൾപ്പെടെ പൊട്ടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറക്കാൻ ശ്രമിക്കുമ്പോഴേക്കും വാഹനം വലിയ രീതിയിലേക്ക് തീ പടർന്ന് പിടിക്കുകയായിരുന്നു. പിന്നീട് നാട്ടുകാർക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതിനുശേഷം ഈ റോയി പുറത്തേക്ക് ചാടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. എങ്കിൽ കൂടിയും ദേഹത്ത് മുഴുവനായും തീ പടർന്ന് പിടിച്ചുകൊണ്ട് ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു. ഇതിലേറ്റവും കൂടുതൽ വെല്ലുവിളി നേരിട്ടത് ഈ തീ അണയ്ക്കുന്നതിന് വേണ്ടിയാണ്. തൊട്ടടുത്ത് ഫയർഫോഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്, പീരിമേട്ടിലാണ് ഫയർഫോഴ്സ് യൂണിറ്റ് ഉള്ളത്, അവരെത്താൻ തന്നെ ഒരുപാട് വൈകി. പിന്നീട് നാട്ടുകാർ ടാങ്കറിൽ വെള്ളം അടിച്ചുകൊണ്ടാണ് ഈ തീ ഉൾപ്പെടെ കെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇതാരാണ് മരിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കുറവുണ്ടായിരുന്നു. ഈ വാഹന ഉടമയുടെ അഡ്രസ് ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പിന്നീട് ആരാണ് ഈ വണ്ടി കൈകാര്യം ചെയ്തിരുന്നത് എന്ന കാര്യം വ്യക്തമായത്. കുമളി സ്വദേശിയായിട്ടുള്ള റോയി സെബാസ്റ്റ്യനാണ് വാഹനം ഓടിച്ചതെന്ന് ഇപ്പോൾ എന്തായാലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ വാഹനം എങ്ങനെ തീ പിടിച്ചു എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തത കുറവ് നിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഒരു ആത്മഹത്യാ ശ്രമം നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയം പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. അതുൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട്. ഇനി മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന ഈ വാഹനത്തിലുണ്ടാകും. എങ്കിൽ കൂടി മാത്രമേ എങ്ങനെയാണ് ഈ തീ പിടിക്കാൻ ഇടയായ സാഹചര്യം എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഈ വാഹനത്തിന് മുൻപിൽ ഒരു ബൈക്ക് നിർത്തിയതിനു ശേഷമാണ് ഈ തീ പടരുന്ന കാര്യം പറഞ്ഞത് എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞില്ല. ആ വാഹനം ഇടിച്ചു തെറിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ബൈക്ക് ഇടിച്ചു തെറിപ്പിക്കുകയും അത് ഈ സൈഡിൽ വന്ന് ഇടിച്ചു നിൽക്കുകയും ആ ബൈക്ക് ഉൾപ്പെടെ കത്തി പൂർണ്ണമായും നശിക്കുന്ന സ്ഥിതി പോലും ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വളരെ ദുഃഖകരമായ സംഭവം. ഇതിൽ എങ്ങനെയാണ് ഈ തീ പടർന്നത് എന്നുള്ള കാര്യമാണ് ഇനി കണ്ടെത്തേണ്ടത്. അതിനുള്ള അന്വേഷണം നടക്കുകയും ചെയ്യും. ക്രിസ്റ്റീന, ശരി. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്നുള്ള ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്.